ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ദൈവം ഇനി ഒരു പുതിയ മാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. 6 മാസം കടന്നു. ദൈവം 7-ാമത്തെ മാസത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിന് നന്ദി പറയാം. ദൈവം ഓരോ ദിവസവും നമ്മളെ കാത്തു പരിപാലിക്കുന്നല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ ചിറയും കീഴിൽ അഭയം പ്രാപിക്കുകയാണ്. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണ്, ഒത്തിരി കരുതുന്ന ദൈവമാണ്, നിങ്ങളെ കാക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിന് മുമ്പ് കർത്താവിനറിയാം. ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ഒരു സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവമാണ്. സോ നമ്മൾ പഠിക്കുന്നത് മാത്യു ചാപ്റ്റർ 6 10 onwards യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്യരെപ്പറ്റി ചുമ്മാ ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം ജൽപ്പനം ചെയ്യരുത്. പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്വർഗീയ പിതാവിന് അറിയാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന പിതാവാണ് എന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ചിത്തം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അവിടെ വരെ നമ്മൾ പഠിച്ചു. Our Father in heaven, holy be your name, your kingdom come, your will be done on earth as it is in heaven. നമ്മൾ ദൈവത്തിൻ്റെ ചിത്തം എങ്ങനെ നിറവേറ്റണം? ദൈവത്തിൻ്റെ ചിത്തത്തിലായിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ബിക്കോസ് ആ ഹെവൻലി ഫാദേഴ്സ് വിൽ ഈസ് ഗുഡ് ആൻഡ് പെർഫെക്റ്റ്. നമ്മുടെയൊക്കെ ചിത്തം, നമ്മുടെയൊക്കെ ആലോചന ഒക്കെ വ്യത്യാസമുണ്ട്. യെശയ്യാ പ്രവചനം അതിൻ്റെ 55-ന്റെ 8-9 പറയുകയാണ്, മൈ തോട്ട്സ് ആർ ഹൈയർ ദാൻ യുവർ തോട്ട്സ്, മൈ വേസ് ആർ ഹൈയർ ദാൻ യുവർ വേസ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും, എൻ്റെ ആലോചന നിങ്ങളുടെ ആലോചനയിൽ നിന്നും ഉയർന്നിരിക്കുന്നു എന്ന് ഒന്നോർത്ത് നോക്കിയ ദൈവം എത്രയോ ഉയരത്തിൽ, ദൈവം എത്രയോ വലിയവനായ ദൈവമാണ്. നമ്മളിൽ വന്ന് വസിക്കുന്ന ആ ദൈവം അത്രയും താഴ്ന്ന ലോകത്തിലേക്ക് വന്ന യേശു വഴിയാണ് നമുക്ക് പിതാവിനോട് ഇത്രയും വലിയൊരു അടുപ്പം തന്നത്. നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിൽ ചെന്ന് എന്തു വേണേലും, ഇപ്പോൾ ഒരു ഹെവൻലി ഫാദർ നമ്മുടെ അപ്പനാണ്, നമ്മുടെ ഫാദറാണ്, നമ്മുടെ മദറാണ്, നമ്മുടെ ഹസ്ബൻഡാണ്, നമ്മുടെ ഫ്രണ്ടാണ്, എല്ലാമാണ്. സ്വർഗീയ പിതാവ് നമുക്ക് എല്ലാമാണ്. യേശു ക്രിസ്തു അങ്ങനെ നമുക്ക് വലിയൊരു പൊസിഷൻ തന്നു, സ്ഥാനം തന്നു, മക്കളാകാനുള്ള സ്ഥാനം. അതൊന്നും പഴയ നിയമത്തിലുണ്ടായിരുന്നില്ല. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും ഇസ്രായേലിനും യാക്കോബിനും അവർക്കൊന്നും ഏലിയ, ഡാനിയേൽ, ഡേവിഡ് അങ്ങനെയുള്ള വലിയ ദേവദാസന്മാരുണ്ടായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ അവർക്കൊന്നും ഇങ്ങനെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് മക്കളുടെ സ്ഥാനമില്ലായിരുന്നു. അവർ ദൈവവും പ്രജകളുമായിരുന്നു, ദൈവവും മനുഷ്യരുമായിരുന്നു. ഒരു രാജാവും പ്രജ എങ്ങനെയാണോ അത്രയും വലിയ ഭയത്തോടെയാണ് ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനില്ല. യേശു വന്ന് പിതാവിനെ നമുക്ക് കാണിച്ചു കൊടുത്തു. പിതാവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞു. പിതാവ് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു നമ്മളെ കാണിച്ചു തന്നു മാതൃക. സോ ഹിസ് വിൽ ഈസ് സോ പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ചിത്തം എത്രയോ നല്ലതാണ്. ആ ചിത്തത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നതും വി ഷുഡ് പ്രേ അക്കോർഡിംഗ് ടു ഹിസ് വിൽ ദെൻ ഹി ഹിയേഴ്സ് എന്ന് 1 യോഹന്നാൻ 5:8 പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കത് തരും എന്ന്. നിങ്ങൾ ചോദിക്കാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തതെന്ന് യേശു പറഞ്ഞു. എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും എൻ്റെ പിതാവ് തരും എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ചിത്താനുസാരം പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും എന്ന് ഞാൻ തന്നെ അതിനൊരു സാക്ഷ്യമാണ്. കർത്താവ് ഓരോ ദിവസവും എനിക്ക് വലിയ സാക്ഷ്യമുണ്ട്. ഞാൻ കേരളത്തിൽ മെയ് മാസത്തിൽ ബുക്ക് എഴുതാൻ പോയപ്പോഴും, ദൈവമേ ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മാസം മെയ് മാസത്തിൽ ഇടുക്കിയിൽ അവിടെ ഞങ്ങളുടെ അപ്പർ റൂമുണ്ട്. അവിടെ ആ വീട്ടിൽ ആ ഡാമിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ്, ദൈവമേ അങ്ങയുടെ ചിത്തത്തിലുള്ള ബുക്കായിരിക്കണമേ, അങ്ങ് പറഞ്ഞിരുന്നു മാത്രമേ ഞാൻ എഴുതാൻ അങ്ങ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. പ്രസംഗിക്കുമ്പോഴും അങ്ങനെയാണ്. അങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ചിത്തം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവുള്ളൂ. സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യാവുള്ളൂ, അത് മാത്രമേ ഞാൻ പറയാവുള്ളൂ, പ്രവർത്തിക്കാവുള്ളൂ എന്നൊക്കെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ഞാൻ സഹായം ചോദിക്കും. അങ്ങനെയാണ്. അപ്പം സ്വർഗീയ പിതാവിൻ്റെ
ചിത്തത്തിൽ ഇഫ് യു ആർ ഇൻ ദ സെൻറ്റർ ഓഫ് ഗോഡ്സ് വിൽ, ഇഫ് യു ഫോളോ ഹിസ് വിൽ, എൻ്റെ ദൈവത്തിൻ്റെ ചിത്തമനുസരിച്ച് ജീവിക്കുന്നവരെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കുമെന്ന് 1 കൊറിന്ത്യർ അതിൻ്റെ 2:9 പറയുന്നു. അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് ചെയ്യുന്നത്, ദൈവം ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്ന് ആർക്കും. അത് അതിശയോക്തിയാണ്. പിന്നെ ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. അപ്രകാരമാണ് ദൈവം ചെയ്യുന്നത് എന്ന്. അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ചെയ്യും. ദൈവമേ, ഇത് നിൻ്റെ ചിത്തമാണോ? എന്ത് നമ്മൾ ആലോചന ചെയ്താലും കർത്താവിനോട് കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവോട് ചോദിക്കണം, ഞാനിത് ചെയ്തോട്ടെ, ഞാനവിടെ പൊക്കോട്ടെ, ഞാനിത് ചെയ്യുന്ന ഈ ഡയറക്ഷൻ ശരിയാണോ? അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. പൗലോസ്ലീഹ ഏഷ്യയിലേക്ക് പോയപ്പം പറഞ്ഞു, അവിടെ പോകരുത്, ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ സമയമായില്ല, നോ എന്ന് പറയും പരിശുദ്ധാത്മാവ്. അങ്ങനെയൊക്കെ നമുക്ക് ഡയറക്ഷൻ തരുന്ന ഒരു പരിശുദ്ധാത്മാവാണ് ഹോളി സ്പിരിറ്റിനെ പറ്റി ഞാൻ പഠിപ്പിച്ചല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെയുള്ളത്, നമ്മുടെ ഒപ്പമുള്ളത്, നമ്മുടെ സഹായികയാണ്, ഹെൽപ്പറാണ്, നമ്മുടെ ടീച്ചറാണ്, നമ്മുടെ ഗൈഡാണ്, നമ്മൾക്ക് എല്ലാം ഫ്രണ്ടാണ്, നമ്മുടെ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, റെവലേഷൻ നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ആ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നമ്മൾ നടന്നാൽ ദൈവത്തിൻ്റെ ചിത്തം എന്തെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങേക്ക് ഇഷ്ടമുള്ളത് മാത്രമാകട്ടെ. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തെ പ്രസാദമുള്ളത് ചെയ്യുക. നന്മയും പൂർണ്ണതയുള്ള ആ പ്രസാദമുള്ളത് നിങ്ങൾ ആരാഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ചിത്തം ഇന്നതെന്നറിഞ്ഞ് ചെയ്താൽ, ജീവിച്ചാൽ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വരും. എല്ലാവരും അതിന് ദൈവം സഹായിക്കട്ടെ. ദൈവം നല്ലൊരു ദിവസം തരട്ടെ. ആമേൻ.